എപ്പിസോഡിന്റെ തുടക്കത്തിൽ തേജുവിനെ കുറിച്ചാണ് കാണിക്കുന്നത്. തേജുൻ ചെറുപ്പം തൊട്ടേ ഇമോഷൻസ് എല്ലാം വളരെ കുറവുള്ളൊരു വ്യക്തിയായിരുന്നു. എന്തൊരു സാധനം കിട്ടിയാലും ഈവൻ അതൊരു പാവയാണെങ്കിൽ പോലും തുറന്ന് അതിനുള്ളിലുള്ളത് പുറത്തേക്ക് എടുക്കുക എന്നത് തേജുവിന്റെ ഒരു ഹോബിയായിരുന്നു. അങ്ങനെയാണ് വലുതായപ്പോൾ ഇയാൾ ഒരു സർജനായിട്ട് മാറാൻ കാരണം. സർജനായിട്ട് പോലും മനുഷ്യ ശരീരം കീറി മുറിക്കാൻ ഇയാൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. താൻ ഈ ഭൂമിയുടെ നിയമങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടൊരു വ്യക്തിയാണെന്ന് അവൻ സ്വയം വിശ്വസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഭാഗ്യം കൊണ്ടോ നിർഭാഗ്യം കൊണ്ടോ ഇവനുണ്ടാകുന്ന ജയ് ഇവന്റെ എക്സാക്ട് പതിപ്പായിരുന്നു. തന്റെ സെയിം മാനറിസവും ബിഹേവിയറും ഉള്ള ജയിയെ കണ്ടപ്പോഴാണ് ദൈവം ഒരിക്കലും ഒരു തെറ്റ് 2 പ്രാവശ്യം ആവർത്തിക്കില്ലെന്നും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നുള്ള ചിന്തയും ഉണ്ടാവുന്നത്. ഫ്ലാഷ് ബാക്ക് കേട്ടാകുമ്പോൾ കറക്റ്റ് സമയത്ത് വന്ന് പോലീസിന്റെ കൈപ്പെടാതെ സെൽക്കി രക്ഷിച്ചുകൊണ്ട് പോവാണ് ജയ്. ഇതെല്ലാം ജോവറയുടെ ട്രാപ്പ് ആയിരുന്നു എന്ന് ജയിൽ നിന്നും സെൽക്കി മനസ്സിലാക്കും. ഇന്ന് സ്കൂളിലേക്ക് വന്ന ജെന്നിനെ കുറിച്ച് ജയ് ചോദിക്കുമ്പോൾ അവനാണ് ആദ്യമായിട്ട് എനിക്ക് ഡ്രഗ്സ് തന്നതെന്നും അതുകൊണ്ടാണ് എനിക്ക് ഗ്രേഡ്സ് കൂട്ടാൻ കഴിഞ്ഞതെന്നും അതുകൊണ്ട് അവൻ ചെയ്ത കാര്യത്തിൽ എനിക്ക് ദേഷ്യമില്ല എന്നും പറയും. കുറച്ചു കഴിഞ്ഞ് ഇവർ ജെന്നെ അന്വേഷിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് വരുമ്പോൾ അവിടെ അവൾ ഉണ്ടായിരുന്നില്ല. ആ ലോക്കറിൽ കൊണ്ടുവച്ച ഡ്രഗ്സും മിസ്സിംഗ് ആണ്. ഇനി പോലീസ് എങ്ങാനും ജെന്നയെ പിടിച്ചു കാണുമെന്ന് സെൽക്കി ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ അവളെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതെന്ന് പറയുവാണ് ജയ്. അങ്ങനെ ഇവരിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കും. എന്നാൽ അവിടെയും ജെന്നയില്ല. ഫോൺ ട്രാക്കറിൽ ലൊക്കേഷൻ നോക്കുമ്പോൾ അത് ജെയ്യുടെ വീട്ടിൽ നിന്നാണ്. ജയ് നേരെ വീട്ടിൽ വന്ന് നോക്കും. എന്നാൽ അവിടെ ജെന്നയില്ല, പകരം അവളുടെ ഫോണുണ്ട്. അതുപോലെ ജയ് ഒളിപ്പിച്ച് വെച്ച ദോഹിക്കിന്റെ ഫോണും മിസ്സിംഗ് ആണ്. പിറ്റേന്ന് സ്കൂളിൽ കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടി ഒരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു. കുട്ടികളിൽ കണ്ടുവരുന്ന അമിതമായ ഡ്രഗ്സിന്റെ ഉപയോഗവും എല്ലാം തടയാൻ വേണ്ടി. ആ സമയം എല്ലാവരുടെയും ഫോണിലേക്ക് തുരുതുരാ മെസ്സേജ് വരും. ജയ് എടുത്ത നാരിയുടെ വീഡിയോ ഇല്ലേ, അതാരോ ഇപ്പൊ അപ്ലോഡ് ചെയ്തിരിക്കുവാണ്. അതിനടിയിൽ വരുന്ന കമന്റ്സ് മൊത്തം ജയ്ക്കെതിരെയാണ്. ഇവൾ ആരാന്ന വിചാരം? ഇവളെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യണം. അച്ഛൻ ഡോക്ടർ ആയതുകൊണ്ടായിരിക്കണം ടീച്ചേഴ്സ് പോലും ഇവളെ ഒന്നും പറയില്ല. ഇങ്ങനെയുള്ള കമന്റ്സ് ആണ് അതിനടിയിൽ മൊത്തം. ഈ സമയം ഒരു പോലീസുകാരൻ സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. പുള്ളി പറയും, ഞങ്ങൾക്കൊരു ടിപ്പ് കിട്ടിയിട്ടുണ്ട്, ഇപ്പോൾ പ്ലേ ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണാം. ആ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ ജെന്ന പോയി ലോക്കർ തുറക്കുന്നതായിരുന്നു. ഇതിനിടയ്ക്ക് വെച്ച് പ്രിൻസിപ്പൾ ആണെങ്കിൽ പോലീസുകാരനെ വന്ന് തടയാൻ നോക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ കുട്ടികളെയും ചോദ്യം ചെയ്തതല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിച്ച്. ഇപ്പം ആരും പ്രതീക്ഷിക്കാതെ ജയ് ആണെങ്കിൽ എഴുന്നേറ്റ് ചെന്ന് ഈ വീഡിയോയിൽ കാണുന്ന ആളെ എനിക്കറിയാമെന്നും ഇത് ജയ് മെഡിക്കൽ സെന്റർ ഡയറക്ടറുടെ മകൾ യു ജെന്നയാണെന്നും പറയും. ഇതെന്റെ ചേച്ചിയാണ്. അച്ഛൻ്റെ ഹോസ്പിറ്റലിൽ നിന്നും അവൾ ഡ്രഗ്സ് മോഷ്ടിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ബ്യോംസുവിനും അവളുടെ അടുത്ത് നിന്നായിരിക്കും കിട്ടിയത്. ഫെസ്റ്റിവൽ നടന്ന സമയത്ത് അവൾ സ്കൂളിലുണ്ടായിരുന്നു. പിന്നെ ബ്യോംസു എന്തിനാ അത് സെൽക്കിയുടെ അടുത്ത് നിന്നാണ് വാങ്ങിയതെന്ന് കള്ളം പറഞ്ഞതെന്ന് ഈ പോലീസുകാരൻ ചോദിക്കുമ്പോൾ കാരണം ടോപ്പ് സ്റ്റുഡൻറ് സെൽക്കി ആയതുകൊണ്ടാണെന്ന് പറയും. നിന്റെ ചേച്ചി ഇപ്പോൾ എവിടെയാ ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല. എൻട്രൻസ് എക്സാം തോറ്റപ്പോൾ അവൾ വീട് വിട്ടിറങ്ങി. സാർ എങ്ങനെയെങ്കിലും എൻ്റെ ചേച്ചിയെ കണ്ടെത്തി തരണം. അവിടെ നിന്ന് പോകുമ്പോൾ സെൽക്കി ആണെങ്കിൽ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ജയോട് ചോദിക്കുന്നുണ്ട്. എന്റെ അച്ഛനോട് അവളെ കണ്ടെത്താൻ പറയുന്നതിനേക്കാൾ നല്ലത് പോലീസിനോട് പറയുന്നതാണ്. നമുക്കതിനെങ്ങനെയെങ്കിലും ഫെസ്റ്റിവലിന് അന്ന് ജെന്ന ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് തെളിവ് കണ്ടെത്തണം. ഇതേ സമയം താൻ പെറ്റീഷൻ എഴുതി തരാമെന്നൊക്കെ പറഞ്ഞ് ബ്യോംസുവിനെ വിളിച്ചു വരുത്തിയിരിക്കുവാണ് ഏരി. അത് കൊടുക്കുന്ന സമയം ഏരി ചോദിക്കും സെൽഗിയെ കുറ്റക്കാരിയാക്കിയതിന് പിറകിൽ ആരുടെ ഐഡിയ ആണെന്ന്. ഇവിടെ ഫെസ്റ്റിവൽ ഡേയുടെ അന്നത്തെ CCTV ദൃശ്യങ്ങളെല്ലാം ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ജെയും സെൽഗിയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ വേറൊരു കാര്യം കാണുന്നത്. അതിങ്ങോട്ടേക്ക് വന്ന ജെന്ന ക്യുങ്ങുമായിട്ട് കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. മാറി നിന്ന് അവരെന്തോ സംസാരിക്കുന്നുമുണ്ട്. എന്താണെന്ന് അറിയാൻ വേണ്ടി ക്യുങ്ങിന്റെ ട്യൂഷൻ സെന്ററിന്റെ മുന്നിലേക്ക് വന്നിരിക്കുവാണ് ഇവർ. കാത്തു നിന്നിട്ടും കാണാണ്ടാകുമ്പോൾ സെൽഗി അവൾ എവിടെയാണെന്ന് വിളിച്ചു ചോദിക്കും. ക്യുങ് പറയും, ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ ഡിന്നർ കഴിക്കുവാണെന്ന്. എന്നാൽ അത് അവൾ കള്ളം പറഞ്ഞതായിരുന്നു. ക്യുങ് ട്യൂഷൻ സെന്ററിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടേക്കോ പോകുന്നത് കാണാം. ക്യുങ്ങിന്റെ വീടിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള ബസ്സിലാണ് അവൾ കയറി പോകുന്നത്. എന്നാൽ എന്തോ സംശയം തോന്നുന്ന സെൽഗി ആണെങ്കിൽ നമുക്കെന്നാ വീട്ടിലോട്ട് പോവാം, നേരം കുറെ ആയില്ലേ എന്നും പറഞ്ഞ് ജയോടും ബൈ പറഞ്ഞപ്പോൾ നേരെ വീട്ടിലോട്ട് വരുവാണ്. എന്നിവള് പോയി നേരെ ക്യുങ്ങിന്റെ മുന്നിൽ ചാടും. ക്യുങ്, നീ എന്താ എൻ്റെ വീടിന്റെ അടുത്ത് ചെയ്യുന്നത്? അറിഞ്ഞിട്ട് എന്തിനാണെന്ന് ചോദിച്ച് ദേഷ്യത്തിൽ പോകുന്ന ക്യുങ്ങിന് സെൽഗി സ്റ്റോപ്പ് ചെയ്യാണ്. ക്യുങ്ങിന്റെ കയ്യിലായിട്ട് മഷി പറ്റിയിട്ടുണ്ട്. അതായത് സെൽഗിക്ക് കിട്ടിയിട്ടുള്ള ആ ലെറ്റേഴ്സിലുള്ളതുപോലത്തെ. ഇതേ സമയം തന്നെ സംശയം തോന്നിയിട്ടായിരിക്കണം ജെയ്യും അങ്ങോട്ടേക്ക് എത്തും. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ക്യുങ്ങിനോട് ജെന്ന മിസ്സിംഗ് ആണെന്നും അന്ന് നിങ്ങൾ എന്താ സംസാരിച്ചതെന്നും ചോദിക്കുവാണ്. അന്ന് ക്യുങ്ങിനെ കണ്ട ജെന്ന അവളോട് നിനക്ക് സെൽഗി എന്ന് പേരുള്ള പെൺകുട്ടിയെ അറിയോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നീ എന്തിനാ അവളെ കുറിച്ച് അന്വേഷിക്കുന്നേ? ജെന്ന, സെൽഗിയുടെ പാരന്റ്സ് ആരാണെന്ന് നിനക്കറിയോ? ഇത്ര മാത്രമേ ഇവിടെ നടന്നിട്ടുള്ളൂ എന്ന് ക്യുങ് പറയുമ്പോൾ പിന്നെന്തിനാ നീ ഇതൊരു രഹസ്യമാക്കി വെച്ചെന്ന് ചോദിക്കുവാണ് ജയ്. ജെന്ന എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളെ കണ്ട കാര്യം നിന്നോട് പറയരുതെന്ന്. അല്ല, നീ ഇപ്പം എന്തിനാ ചേച്ചിയുടെ കാര്യം അന്വേഷിക്കുന്നത്? നിങ്ങൾക്ക് രണ്ടുപേർക്കും തമ്മിൽ നല്ല റിലേഷൻഷിപ്പ് അല്ലെന്ന് എനിക്കറിയാം. ജയ് എനിക്ക് ഒരുപാട് കൊല്ലമായിട്ട് അറിയാം. എന്നാൽ ഈ കൊല്ലത്തിൽ ഒരിക്കൽ പോലും അവൾ ചേച്ചിയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. എന്നിപ്പോൾ ഡ്രഗ് ഡീലിംഗ് കേസ് പുറത്താക്കൂന്ന് അറിഞ്ഞപ്പോൾ അവളെല്ലാം ചേച്ചിയുടെ തലയിൽ കെട്ടിവെച്ചു. ഞാനായിരുന്നു ജെന്ന എങ്കിൽ നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിച്ചേനെ. സെൽഗി, നമ്മളെല്ലാം ഈ ജയുടെ കഥയിലെ ബാക്ക്ഗ്രൗണ്ട് ക്യാരക്ടേഴ്സാ. ഇത് കേട്ട് ഒന്നും മിണ്ടാതിരിക്കുന്ന ജയ്ക്ക് ഇപ്പോൾ ഒരു അജ്ഞാത കൂള് വരും. നീ നിന്റെ ചേച്ചിയല്ല അന്വേഷിക്കുന്നേ, ജെന്ന എവിടെയാണെന്ന് എനിക്കറിയാം. ഞാൻ അയക്കുന്ന ലൊക്കേഷനിലേക്ക് 30 ഗ്രാം പിൽസും കൊണ്ടുവരാൻ പറഞ്ഞു. ജയ് അപ്പം തന്നെ അവളുടെ വീട്ടിലോട്ട് ഓടി അവളുടെ കയ്യിലുള്ള പിൽസ് എടുക്കും. എന്നാൽ ക്ലബിലോട്ട് സെൽഗി ജയ്യെ ഒറ്റയ്ക്ക് വിടുന്നില്ല. നമുക്ക് ഒരുമിച്ച് പോകാം, നിന്റെ ചേച്ചിയുടെ മിസ്സിങ്ങിൽ എനിക്കും ഒരു പങ്കില്ലേ? ഇത് കേൾക്കുന്ന ക്യുങ് ചോദിക്കും, ക്ലബിലേക്ക് ഇപ്പോൾ നിങ്ങൾ ഈ ഡ്രസ്സിലാണോ പോകുന്നത്? അങ്ങനെ അകത്ത് ചെന്ന് 3 പേരും കൂടെ ക്ലബിലേക്ക് പോകാനായിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാണ്. അങ്ങനെ ഹൈസ്കൂൾ സ്റ്റുഡൻസ് അല്ല എന്ന് തോന്നിക്കുന്ന വിധത്തിൽ ഡ്രസ്സ് ചെയ്ത് ഇവർ ക്ലബിലോട്ട് കയറുവാണ്.
എന്ന് എത്ര മേക്കപ്പ് ഇട്ടിട്ടും ക്യുങ്ങിന് ആ ഗാർഡ്സ് പൊക്കും. നീ ഹൈസ്കൂൾ സ്റ്റുഡൻ്റ് അല്ലേ, അകത്ത് കയറാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ജെയ് ആണെങ്കിൽ വന്ന് അവളുടെ ഗ്ലാസ് ഊരി അത് ഈ ഗ്ലാസ് വെച്ചതുകൊണ്ട് തോന്നിക്കുന്നതാണെന്ന് പറയും. അങ്ങനെ സേഫായിട്ട് 3 പേരും അകത്ത് കിടക്കും. അയാൾ പറഞ്ഞ സ്ഥലത്ത് ജെയ് ആ ഡ്രഗ്സ് കൊണ്ടുപോയി വെക്കും. ഇവർക്കിപ്പോൾ എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട്. കാരണം കോള് വിളിച്ചത് ഒരാണാണ്. എന്നാൽ ഡ്രഗ്സ് കൊണ്ടുപോയി വെക്കാൻ പറഞ്ഞത് ഗേൾസിന്റെ ബാത്റൂമിലും. ചിലപ്പോൾ കൂടെ ആരെങ്കിലും ഉണ്ടായിരിക്കും. അവർ ആ ഡ്രഗ്സും എടുത്ത് മുങ്ങാൻ ചാൻസ് ഉണ്ട്. നമ്മളൊന്ന് സൂക്ഷിച്ച് വേണം നിൽക്കാനെന്ന് പറയും. അങ്ങനെ ഇവർ 3 പേരും 3 വഴിയാണ് ആളെ തപ്പി പോകുന്നത്. ക്യുങ് ആണെങ്കിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തേക്ക് സ്ഥലത്ത്. അവളെ പോയിട്ട് ഒരു ബിയർ വാങ്ങുന്നുണ്ട്. എന്നാൽ അത് തുറക്കാൻ പറ്റുന്നില്ല. അതിന് ഇവളെ കണ്ട് അങ്ങോട്ടേക്ക് വന്നൊരു പെണ്ണ് അവളെ ഹെൽപ്പ് ചെയ്യും. അവളെ കണ്ടിട്ട് ക്യുങ്ങിനെ നന്നായിട്ട് ബോധിച്ച മട്ടുണ്ട്. ഇതേ സമയം സെല്ലിക്ക് തൊപ്പി വെച്ച് സംശയം തോന്നിക്കുന്ന ഒരാളെ കാണും. എന്നെ ഫോളോ ചെയ്യുമെങ്കിലും പകുതിക്ക് വെച്ച് അയാളെ ഇവൾക്ക് മിസ്സാവും. കാര്യം നേരെ ഇവളെ ജെയ് അറിയിക്കുമ്പോൾ പകുതിക്ക് വെച്ച് ഇയാളെ ജെയ് പിന്തുടരും. ഇതേ സമയം തന്നെ ക്യുങ് നോക്കുമ്പോൾ ജെയ് വെച്ചിരിക്കുന്ന ഡ്രഗ്സ് ഉള്ള ബാത്റൂമിലേക്ക് ഒരു പെണ്ണ് കയറി പോകുന്നു. അതാരാണെന്ന് അറിയാനായിട്ട് രണ്ടും കൽപ്പിച്ച് ക്യുങ് ആണെങ്കിലും പൈപ്പ് ഓണാക്കി വെള്ളം തല വഴി അവളുടെ മുകളിലേക്ക് ഒഴിക്കും. ഇവിടെ ജെയ് ആണെങ്കിൽ ആ തൊപ്പി വെച്ച ആളെ പിന്തുടർന്ന് പോകുന്ന സമയം അവളെ ആരോ പിറകീന്ന് വിളിക്കുവാണ്. അങ്ങോട്ടേക്ക് ഓടി വന്ന് സെൽക്കി കൂടെ നോക്കുമ്പോൾ കാണുന്നത് ജെയ്യെ പിറകീന്ന് വന്ന് വിളിച്ച വ്യക്തി അത് ജിന്നായിരുന്നു. അതുപോലെ ക്യുങ് വെള്ളം കൊണ്ട് കുളിപ്പിച്ചിരിക്കുന്നത് മറ്റാരുമല്ല, ഏരിയാണ്. കൈയോടെ ഇവർ ഏരിയ പൊക്കുമ്പോൾ അവള് കാര്യമെല്ലാം തത്ത പറയുന്നത് പോലെ പറയും. ഇതിന്റെ പിറകിലും എന്റെ അച്ഛനാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ആ ഫോൺ മോഷ്ടിക്കാൻ പറ്റാഞ്ഞത് കൊണ്ട് ഇപ്പൊ നിന്റെ അച്ഛൻ എന്നെ വിശ്വാസമൊന്നുമില്ല. ഫെസ്റ്റിവലിൽ വെച്ച് ബ്യോംസു ജെന്നയെ കണ്ടെന്ന് പറയുന്നത് കേട്ടു. എനിക്കറിയാം നിങ്ങൾക്ക് ജെന്ന എവിടെയാണെന്ന് അറിയില്ല എന്ന്. അതുകൊണ്ടാണ് ജെന്നയെ വെച്ച് ഞാൻ ഇങ്ങനൊരു കള്ളം പറഞ്ഞ്, അതായത് ജെന്നയുള്ള സ്ഥലം പറഞ്ഞു തരാമെന്നും പറഞ്ഞ് ജെയ്യെ കോൾ ചെയ്തത് ഇവളാണ്. പൈസയ്ക്ക് വേണ്ടി നീ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിക്കുന്ന ക്യുങ്ങിനോട് ഇപ്പൊ തന്റെ ഫാമിലിയുടെ അടുത്ത് പൈസയൊന്നും ഇല്ല എന്നും താനൊരു ബാത്ത് ഹൗസിലാണ് ഉറങ്ങുന്നതെന്ന കാര്യവും ഏരി പറയും. ഇത് കേൾക്കുമ്പോൾ സെലിഗയ്ക്കെതിരെ സഹതാപം തോന്നുവാണ്. അവിടെയൊക്കെ പോയി കിടക്കുമ്പോൾ രാത്രി സമയങ്ങളിലൊന്ന് സൂക്ഷിക്കണം. നീ എന്തെങ്കിലും കഴിച്ചോന്ന് ചോദിക്കുന്ന സെലിഗയോട് ഞാൻ നിന്റെ അച്ഛന്റെ ഫോൺ മോഷ്ടിച്ച ആളാ, എന്നിട്ടും നിനക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ല എന്ന് ചോദിക്കുകയാണുള്ളത്. നീ ഇപ്പൊ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ട് എനിക്ക് നിന്നോട് ദേഷ്യമില്ല എന്ന് പറയും. ഇപ്പൊ അങ്ങോട്ടേക്ക് ജിന്ന് ഇവർക്ക് കുടിക്കാനുള്ള ഡ്രിങ്ക്സും കൊണ്ടുവരും. ഇവരിങ്ങനെ ജെന്നയെ അന്വേഷിച്ചിറങ്ങിയതാണെന്ന് പറയുമ്പോൾ നീ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ച് ഏരി ജിന്നിന് ജെന്നയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇയാളെങ്ങനെ ജെന്നയെ അറിയാനാന്ന് ക്യുങ് ചോദിക്കുമ്പോൾ ഇവനും അന്ന് ഫെസ്റ്റിവലിൽ ഉണ്ടായിരുന്നു എന്ന് ഏരി പറയും. ജിന്നിന്റെ സൗണ്ടും ഇക്കാര്യം കൂടെ അറിയുമ്പോഴാണ് ക്യുങ്ങിന് അന്ന് ബ്ലൈൻഡ് ഡേറ്റിന് താൻ കയറിയപ്പുണ്ടായിരുന്ന ആള് ഇവനാണെന്ന കാര്യം മനസ്സിലാവുന്നത്. ഇവൻ കള്ളനാ, ഇവനെ വിശ്വസിക്കരുത്, ഇവൻ വാങ്ങി തരുന്നതൊന്നും കഴിക്കരുതെന്ന് പറയുമ്പോൾ ജയ് ആണെങ്കിൽ ഒരു കൂസലും ഇല്ലാണ്ട് അവൻ നേരത്തെ കൊടുത്ത ഡ്രിങ്ക്സ് കഴിക്കും. ഇപ്പൊ ജിന്ന് പറയും അന്ന് ജെന്നയെ ഞാൻ ഹെൽപ്പ് ചെയ്തപ്പോൾ അവളൊരു ആൺകുട്ടിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നാൽ പിന്നീടാണ് അവളൊരു പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞത്. അവളുടെ അടുത്ത് നിന്നും എനിക്കൊരു ഐഡി കളഞ്ഞു കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് പ്രിസ്ക്രിപ്ഷൻ ഡ്രഗ്സ് കിട്ടാനായിട്ടുള്ള ഒരു ഫേക്ക് ഐഡി ആയിരുന്നു. എന്റെ ഫേക്ക് ഐഡി അവളുടെ അടുത്ത് കിട്ടിയത് മേ ബി സൂചിൻ വഴിയായിരിക്കും. നിന്റെ ചേച്ചി ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ടോ എന്ന് ജിന്ന് ജെയ്യോട് ചോദിക്കുമ്പോൾ അവള് ചില അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് മെഡിസിൻ കഴിക്കുന്ന ആളാ, അതുകൊണ്ട് അറിയില്ല എന്ന് പറയുന്ന സമയം സെലിക്ക് ജിന്നിനെ മാറ്റി നിർത്തി സംസാരിക്കുവാണ്. നീ ജെന്നയെ കണ്ടിട്ടുണ്ടല്ലേ, അവളെ കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് സൂചിനെ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇപ്പൊ ജിന്ന് പറയും അന്ന് ജെന്നയെ കുറെ പേര് ആംബുലൻസിൽ കയറ്റിക്കൊണ്ട് പോകുന്നത് കണ്ടു. അത് കണ്ടിട്ട് കിഡ്നാപ്പ് ചെയ്യുന്നത് പോലെ ഉണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ജെന്നയെ കണ്ടു കിട്ടിയെന്ന് പറഞ്ഞ് ജയ്ക്ക് ഒരു കോൾ വരും. ഇവര് നേരെ ഓടി അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ ജീവനോടെയുള്ള ജെന്നയല്ലായിരുന്നു, പകരം അവളുടെ ഡെഡ് ബോഡി. ഒരു മലമുകളിൽ നിന്ന് വീണ് മുഖമെല്ലാം വികൃതമായ രീതിയിൽ കൂടെ ഒരു സൂയിസൈഡ് നോട്ടും കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇത് കാണുന്ന ജയ് ആകെ തളർന്നു പോവാണ്. ഇതേ സമയം ജെന്നയുടെ ഹോസ്പിറ്റൽ റൂം വന്ന് ചെക്ക് ചെയ്യുന്ന ജിന്നിനാണെങ്കിൽ അവിടെ നിന്ന് കുറെ ഫേക്ക് ID കാർഡ്സും അതുപോലെ മംഗോളിയ ഹോട്ടലിന്റെ ഒരു നോട്ടീസും കിട്ടും. പിറ്റേന്ന് സ്കൂളിലാണെങ്കിൽ ജെന്ന മരിച്ച കാര്യമൊക്കെ പാട്ടായിരിക്കുവാണ്. ഇവരാണെങ്കിൽ ജെന്നയുടെ മരണത്തിന് ജെയ്ക്ക് പങ്കുണ്ട്, മലമുകളിൽ നിന്ന് അവളെ തള്ളിയിട്ടത് ജെയ് ആണ് എന്ന രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത്. ഇത് കേൾക്കുന്ന സെലിഗയ്ക്ക് ആകെ ദേഷ്യം വരും. ദേഷ്യത്തിൽ അവിടെ കിടക്കുന്ന കുറെ ബോൾസ് എടുത്ത് അവരുടെ മേലെറിയുവാണ്. ഇതെല്ലാം മാറി നിന്ന് കണ്ടുകൊണ്ടിരുന്ന ജോവർ അവളുടെ അടുത്തേക്ക് വന്ന് എന്തോ ഒന്ന് രഹസ്യമായിട്ട് പറയുന്നുണ്ട്. കെട്ടാകുമ്പോൾ ക്യുങ്ങിനെ രഹസ്യമായിട്ട് വിളിപ്പിച്ച ടീച്ചർ പറയും ജെയ്ക്കും സെൽഗിക്കുമെതിരെ ഇപ്പൊ ചെറിയ കേസൊക്കെ നടക്കുന്നുണ്ടല്ലോ, അത് ചിലപ്പോൾ അവരുടെ മെഡിക്കൽ എൻട്രൻസിനെ ബാധിക്കും. അതുകൊണ്ട് നീ ഈ മെഡിക്കൽ ലൈൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്, ചിലപ്പോൾ നിനക്ക് കയറി പറ്റാൻ ചാൻസ് ഉണ്ട്. ഇത് കേൾക്കുന്നതും ക്യുങ് ആണെങ്കിൽ ഭയങ്കര ഹാപ്പി. എന്നാൽ പ്രത്യേകമായിട്ട് ടീച്ചറുകളോട് പറയും പ്രശ്നങ്ങളിലൊന്നും പോയി ചാടരുത്, ഒരു മോഡൽ സ്റ്റുഡന്റ് എന്ന രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് പോകാൻ. ഇത് കേൾക്കേണ്ട താമസം ക്യുങ് ആണെങ്കിൽ പാത്തും പതിഞ്ഞും CCTV റൂമിലേക്ക് വരും. ഒരു 2 കൊല്ലം മുന്നേയുള്ള ഫയൽ ഡിലീറ്റ് ചെയ്യാൻ. അത് രാത്രി സ്കൂളിലേക്ക് വന്ന ക്യുങ് ദൊഹ്യോക്കിനെയും ജെന്നയെയും ഒരുമിച്ച് കണ്ട വീഡിയോ ആയിരുന്നു. അതായത് അവർ തമ്മിൽ അന്ന് നടന്ന ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ക്യുങ് നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ മറ്റാരോടും അവൾ അത് പറഞ്ഞില്ല. ആ ക്ലിപ്പ് ഓണാക്കി അത് ഡിലീറ്റ് ചെയ്യാൻ പോകുന്നതും അങ്ങോട്ടേക്ക് ഏരി വരും. ഇതേ സമയം ഒരു കാട്ടിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ജെയ്. പെട്ടെന്ന് ഭൂമിക്ക് അടിയിൽ നിന്ന് വന്നൊരു കാൽ അവളെ പിടിക്കും. ഇവളൊരു കല്ലെടുത്ത് അതിന് നേരെ കുറെ അടിക്കുമ്പോഴാണ് അവൾ അടിച്ചു പോകുന്നത് തന്റെ ചേച്ചിയാണെന്ന് മനസ്സിലാകുന്നത്. ഈ ഒരു സ്വപ്നം കണ്ടാണ് ജെയ് എഴുന്നേൽക്കുന്നത്. സെലിക്കാണെങ്കിൽ ജെയ് അന്വേഷിച്ച് അവളുടെ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജെയ് അവളുടെ റൂമിലല്ല ജെന്നയുടെ റൂമിലാണുള്ളത്.
ജെന്നയുടെ അടുത്തുണ്ടായിരുന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ തന്റെ അച്ഛന്റെ ബാഡ്ജും കാണുന്ന സെൽക്കിക്ക് മറ്റുള്ളവർ പറയുന്ന റൂമർ ശരിയാണെന്ന കാര്യം മനസ്സിലാകും. അതായത് തന്റെ അച്ഛൻ സ്റ്റുഡൻസിന്റെ കൂടെ കിടന്നിട്ടുണ്ട് എന്നുള്ളത്. ഇന്ന് ജോ അത് എന്നോട് പറഞ്ഞു, എന്റെ അച്ഛന്റെ ഫോൺ നിന്റെ അടുത്താണ് ഉള്ളതെന്ന്. ആ ഫോൺ എനിക്ക് തിരിച്ചു തരാൻ പറയുമ്പോൾ ആ ഫോൺ കാണാനില്ല എന്ന കാര്യം ചെയ്യ് പറയും. ഇത് കേൾക്കുന്ന സെൽക്കിയാണെങ്കിൽ അവിടെ എല്ലാം ഫോൺ അന്വേഷിച്ച് നടക്കുവാണ്. ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിലാണ് അവളെ പിറകിന്ന് പോയി ഹഗ് ചെയ്ത് ശാന്തമാക്കി ജയ് പിടിച്ചു നിർത്തും. നിനക്ക് കെയ്നിന്റെയും മേബലിന്റെയും കഥ അറിയോ? ജലസ് ബാധിച്ച് സഹോദരനെ കൊന്ന ആൾ. ഞാൻ എപ്പോഴും ഓർത്തിരുന്നത് ജെന്നെ എന്നെ കൊല്ലൂന്ന്. പക്ഷെ എന്റെ സ്വപ്നത്തില് അവളെ തലക്കടിച്ച് കൊല്ലുന്നത് ഞാനാ. സത്യത്തിൽ പോലീസുകാർ അവളെ അറസ്റ്റ് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം അങ്ങനെ മാത്രമേ മറ്റുള്ളവർക്ക് അതിജീവിക്കാൻ കഴിയൂ. എന്നൊരിക്കലും അവളിങ്ങനെ പെട്ടെന്ന് മരിച്ചു പോകുമെന്ന് ഞാൻ ഓർത്തില്ല. അവൾ ഒരിക്കലും സൂയിസൈഡ് ചെയ്യില്ല. സെൽക്കി അവളെ സമാധാനിപ്പിക്കും. ഇതൊന്നും നിന്റെ തെറ്റല്ല എന്നും പറഞ്ഞു. ഇതേസമയം ക്യുങ്ങിന്റെ അടുത്ത് നിന്നും കാര്യങ്ങളെല്ലാം ഏരി അറിഞ്ഞിരിക്കുവാണ്. ഏരി ക്യുങ്ങിന് വേണ്ടി ആ ഫയൽ ഡിലീറ്റ് ചെയ്യും. കട്ടാകുമ്പോൾ സൂജിന്റെ അടുത്തുള്ള ഫേക്ക് ഐഡീസ് ജെന്നയുടെ അടുത്ത് വരണമെങ്കിൽ മേ ബി സൂജിൻ കൊടുത്തതായിരിക്കാം. പണ്ട് ഓർഫണേജിൽ സൂജിന്റെ കൂടെ ആയിരുന്നല്ലോ സെൽക്കി ഉണ്ടായിരുന്നേ. അന്ന് സെൽക്കിയുടെ ദേഹത്തുണ്ടായിരുന്ന സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച മുറിവ് കണ്ടപ്പോൾ നീ അവിടെ ഒരു ടാറ്റു അടിച്ചോ? ഞാനും എന്തായാലും അടിക്കുന്നുണ്ടെന്നും പറഞ്ഞ് സൂജിന്റെ പൊള്ളിയ കാല് അന്ന് അവള് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ പൊള്ളിയ അടയാളം ഇന്ന് ജെന്നയുടെ ദേഹത്തും സെൽക്കി ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ സൂജിന്റെ ഇൻസ്റ്റാ പേജ് എടുത്ത് നോക്കുമ്പോൾ അതിലായിട്ട് ഒരു റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ ഫോട്ടോ ഉണ്ട്. രണ്ടും കൽപ്പിച്ച് സെൽക്കി ഇപ്പൊ അങ്ങോട്ടേക്ക് പോയി നോക്കും. ആ സെന്ററിൽ സൂജിനില്ല. എന്നാൽ സൂജിൻ അവിടെ ഉണ്ടായിരുന്ന സമയത്ത് അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഫ്രണ്ടിനെ സെൽക്കിക്ക് കിട്ടും. ഇങ്ങനെ കാലിൽ ഒരു തീപ്പൊള്ളലേറ്റ മുറിവുണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ സ്ത്രീക്ക് ആളെ പെട്ടെന്ന് പിടികിട്ടും. അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മുറിവാണ് അവളെ ജീവിതത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതെന്ന്. ആ മുറിവ് കണ്ട് ഭാവിയിൽ അവളുടെ പാരന്റ്സ് അവളെ തിരിച്ചറിയുമെന്ന് അവൾ പ്രതീക്ഷിച്ചു. അതിനുവേണ്ടിയാണ് അവൾ ഡ്രഗ്സിന്റെ ഉപയോഗം കുറയ്ക്കാൻ ഇങ്ങോട്ടേക്ക് വന്നത്. കുറച്ച് മാറ്റം ഉണ്ടായപ്പോൾ അവൾ ഇവിടെ നിന്ന് പോയി. അവൾ പോയ സ്ഥലത്തിന്റെ അഡ്രസ് ഉണ്ടോ എന്ന് സെൽക്കി ചോദിക്കുന്നുണ്ട്. ഇതേസമയം ഏരിയും ക്യുങ്ങും കൂടെ സ്കൂളിലെ സ്റ്റോറേജ് റൂമിലേക്ക് വന്നിരിക്കുവാണ്. ബംസു ഏരിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അവൾ ജെന്നയെ കണ്ടപ്പോൾ ഇവിടെ ജെന്ന എന്തോ ഒളിപ്പിക്കുന്നതായിട്ട് കണ്ടെന്ന്. അവരവിടെയൊക്കെ അന്വേഷിച്ച് നടക്കുമെങ്കിലും ഒന്നും കിട്ടില്ല. അപ്പോഴാണ് അവര് ഈ ജെ മെഡിക്കൽ സെന്ററിന്റെ ഒരു സീല് പോലെ കാണുന്നത്. തൊട്ടു നോക്കുമ്പോൾ അത് ഇളകി വരുന്നുണ്ട്. അത് തുറന്നു നോക്കുമ്പോൾ അതിനകത്തായിട്ട് മംഗോളിയ ഹോട്ടലിന്റെ റൂം നമ്പറും ഒരു കീയും. കട്ടാകുമ്പോൾ അഡ്രസ്സൊക്കെ കിട്ടി മംഗോളിയ ഹോട്ടലിലേക്ക് എത്തിയിരിക്കുകയാണ് സെൽക്കി. എന്നാൽ സൂജിൻ ഉണ്ടായിരുന്ന റൂമിൽ നിന്ന് അവർ സാധനങ്ങളൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സെൽക്കി കാര്യം തിരക്കുമ്പോൾ പറയും, ഇവിടെ താമസിച്ചിരുന്ന ആ പെണ്ണ് ഒരു മാസം മുന്നേ മരിച്ചുപോയി. ഒരുപാട് റെന്റ് പൈസ തരാനുള്ളത് കൊണ്ട് റൂം വിട്ട് അവൾ പുറത്തേക്കൊന്നും വരാതുണ്ടായിരുന്നില്ല. ചോദിക്കാനാണെങ്കിൽ അവൾക്ക് വീട്ടുകാരുമില്ല. ഒരിക്കൽ റൂം ചെക്ക് ചെയ്തപ്പോഴാണ് മരിച്ച രീതിയിൽ ബോഡി കണ്ടെത്തിയെ. പോലീസ് സ്റ്റേഷനിൽ വരെ കയറി ഇറങ്ങേണ്ടി വന്നു. എന്തായാലും അവസാനം റെന്റ് കിട്ടിയെന്ന് പറയുമ്പോഴാണ് ഇത് കേട്ടൊരു സംശയത്തിൽ ആ റെന്റ് തന്നത് ആരാണെന്ന കാര്യം സെൽക്കി ചോദിക്കുന്നത്. ഏതോ ഒരുത്തൻ കണ്ട ഒരു ഗുണ്ടയെ പോലെയൊക്കെയുണ്ട്. അവളുടെ ചേട്ടനാണെന്ന് എന്നോട് പറഞ്ഞ്. റെന്റ് മാത്രമല്ല ഇവിടെ അടുത്തുണ്ടായിരുന്ന സ്റ്റോറിൽ അവൾ കൊടുക്കാനുള്ള കടമെല്ലാം അവൻ വീട്ടി. സെൽക്കിക്ക് ഒന്നും മനസ്സിലാവില്ല. അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴായിരുന്നു ഏരിയും ക്യുങ്ങും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവർ ഈ ഹോട്ടലിൽ ജെന്ന താമസിച്ചിരുന്ന റൂമും തപ്പിയാണ് വന്നത്. തങ്ങളുടെ കയ്യിലുള്ള കീ കൊണ്ട് അവർ റൂം തുറന്ന് അകത്തേക്ക് കയറും. അവിടെ ഭിത്തിയിൽ മൊത്തം മാത്സിന്റെ സൊല്യൂഷൻസും മറ്റുമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെയെല്ലാം നോക്കി നടക്കുന്ന സമയം സെൽക്കി അവിടെ ടേബിളിലായിട്ടിരിക്കുന്ന ഒരു ഡയറി കാണും. ആ ഡയറിക്ക് ലോക്കൊക്കെ ഉണ്ട്. ആ ലോക്ക് തകർക്കാൻ നോക്കുന്ന സെൽക്കിയെ കാണിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. എന്തായിരിക്കും ജെന്നയെ ചുറ്റിപ്പറ്റിയുള്ള ആ നിഗൂഢത? ജെന്ന എങ്ങനെയായിരിക്കും മരിച്ചിട്ടുണ്ടാവുക? ഇനി വളരെ കുറച്ച് എപ്പിസോഡുകൾ കൂടെ ബാക്കിയുള്ളൂ. എല്ലാ സത്യങ്ങളും വഴിയെ കണ്ടെത്താം.